ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ദേ പ്രാഞ്ഞിലിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ചെറിയ പ്രാഞ്ഞിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് കുറച്ചേറെ പ്രാഞ്ഞിൽ മീൻ കിട്ടിയായിരുന്നു. അപ്പം വലിയ മീനൊക്കെ ഞാനെടുത്ത് കറിക്കും ഇതിനൊക്കെ എടുത്ത് ഈ ചെറിയ മീനെ ഞാൻ എന്ത് ചെയ്ത് ഉണക്കാന്ന് കരുതി വെട്ടി തേച്ച് എഴുകുക. ചെതമ്പലെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് നമുക്കിതിനെ ഉണക്കിയെടുക്കാം. ഞാനിവിടെ വെളുപ്പിനെ 5:30 ഡ്യൂട്ടിക്ക് പോവും. തിരിച്ച് വരുമ്പം 4:30 മണിയൊക്കെ ആവും. അപ്പം ഞാനിതെവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനാ? അതുകൊണ്ട് ഞാൻ വേറൊരു പരിപാടിയാണ് ചെയ്യുന്നത്. മുമ്പ് കൊറോണ വരുന്നതിന് മുമ്പ് വരെ എനിക്ക് നാട്ടിൽ നിന്ന് മീൻ ഉണക്കി കൊടുത്തു വിടുമായിരുന്നു. പക്ഷെ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം മുതൽ ആരും ഇങ്ങോട്ട് വരാനില്ല, അങ്ങോട്ട് പോകാനും ഇല്ലാണ്ടായപ്പോൾ എൻ്റെ ഇത്താത്താണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. വെട്ടിത്തേച്ച് കഴിയ മീനെ നമ്മൾ കുറച്ച് ഉപ്പിങ്ങനെ ഇട്ട് കൊടുക്കും. അതിനുശേഷം അടുത്ത ബാച്ചും ഇങ്ങനെ മീൻ വിതറി കൊടുക്കും. പിന്നെ അതിന് മീതെ കുറച്ചുകൂടി ഉപ്പ് വിതറി കൊടുക്കും. ഇങ്ങനെ വെട്ടിയെടുത്ത മീനെല്ലാം കുറേശ്ശെ ഉപ്പിങ്ങനെ ആക്കി പുരട്ടി നന്നായിട്ട് എടുത്ത് വയ്ക്കും. ഇതിനെ ഇന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ ഉപ്പൊക്കെ പുരട്ടിയിട്ട് മൂടി നമ്മൾ വീടിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തെടുത്ത് വയ്ക്കുക. വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം അതിനകത്തുനിന്ന് നിറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതെല്ലാം നമ്മളിങ്ങനെ ഊറ്റിക്കളയണം. ഇപ്പോഴേ തന്നെ അതിങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതിനകത്ത് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് വീണ്ടും കുറച്ചുകൂടെ ഉപ്പിട്ട് നന്നായിട്ട് നമ്മൾ കുടഞ്ഞ് എല്ലാ ഭാഗത്തും ഉപ്പാവണം. എന്നാലേ ബാക്കിയുള്ള വെള്ളവും കൂടി നമുക്ക് ഇറങ്ങിക്കിട്ടത്തുള്ളൂ. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ, അതായത് 3 ദിവസം ഉപ്പ് പുരട്ടി നമ്മളിതിനെ എടുത്ത് അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എല്ലാ ദിവസവും നമുക്ക് സമയമുള്ളപ്പം അതിനകത്തുള്ള വെള്ളമെല്ലാം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് കുടഞ്ഞ് ലെവലാക്കി വയ്ക്കണം. ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഈ മീൻ വെയിലത്തൊക്കെ കൊണ്ടുപോയി വയ്ക്കുകയും അതുപോലെ തന്നെ പൂച്ച കടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, പട്ടി കയറി മൂത്രമൊഴിച്ചിട്ട് പോകുന്നുണ്ടോ, ഇതൊന്നും നമ്മളറിയത്തില്ലല്ലോ. നമ്മളിടുന്ന മീൻ കാക്കയൊക്കെ തിന്ന് അല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോയി പൂച്ച തിന്ന് പകുതിയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ലാതെ പൊടി പോലും കയറാതെ, അതായത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് നിന്ന് ഊറി വരുന്ന വെള്ളം ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഊറ്റി കളയുന്നതാണ് കാണിച്ചത് കേട്ടോ. വീണ്ടും കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് അതിനെ നമ്മൾ മാറ്റി ഇവിടെ ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കും. അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം ആയതിനു ശേഷം നമ്മൾ ഇതിനെ എടുത്ത് നമ്മൾ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ട നല്ലതുപോലെ അതിനകത്ത് ഉപ്പ് പിടിച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കണതാണ്. ഏകദേശം അതിൻ്റെ വെള്ളങ്ങളെല്ലാം തീരാറായിട്ടുണ്ട്. ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം നോക്ക്, ഇതിനകത്ത് കൊള്ളാനുള്ള മീനേ ഉള്ളൂ. ഇനി നമ്മളിതിനെ ഒരു ന്യൂസ് പേപ്പറിനകത്തോട്ട് കുടഞ്ഞിടും. മാക്സിമം വെള്ളമെല്ലാം മൂറി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ന്യൂസ് പേപ്പർ വലിച്ചെടുത്തോളൂ. ഇപ്പം തൽക്കാലം ഞാനിങ്ങനെ ആദ്യമേ ഇതിനകത്തുള്ള ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് പോട്ടേന്ന് കരുതി ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേറൊരു പേപ്പർ എടുത്തിട്ട് ആ മീൻ 2ആയിട്ട് ഭാഗിക്കും. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ പേപ്പറിൽ നിരത്തി കൊടുക്കും. നല്ലതുപോലെ ഇങ്ങനെ നീളത്തിൽ നിരത്തി വയ്ക്കും. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ റോൾ ചെയ്തെടുക്കണം. നല്ലതുപോലെ അമർത്തി റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മീനുണ്ടല്ലോ അതിനെയും ഇതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു പേപ്പറിലേക്കിട്ട് നിരത്തിയതിന് ശേഷം അമർത്തി ചുറ്റി മാറ്റി വയ്ക്കും. ഈ 2 മീനെയും നമ്മൾ എന്ത് ചെയ്യും, ഈ റോളാക്കി വെച്ചിരിക്കുന്നതിനെ എടുത്തൊരു പാത്രത്തിലകത്താക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം അങ്ങനെ റോൾ ചെയ്ത് 3 പ്രാവശ്യത്തെ പേപ്പർ മാറ്റണം 3 ദിവസം. അത് നമുക്ക് സമയമുള്ളതുപോലെ ചെയ്താൽ മതി. അങ്ങനെ അമർത്തി ചുറ്റിയ ഇതിനെ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 3-ാമത്തെ ദിവസം എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി കിടുക്കാച്ചി ഉണക്കമീൻ കിട്ടും. ഇനി പൈസ കൊടുത്ത് ആരും ഉണക്കമീൻ കടയിൽ നിന്ന് വാങ്ങണ്ട. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ രീതിയിൽ ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി കിടുക്കാച്ചി ഉണക്കമീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ
എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. കണ്ടാ, ഇത് നല്ല കിടുക്കാച്ചി ഉണക്കമീൻ കണ്ടാ. ഇതിന് നമുക്ക് വെയിലത്ത് വെക്കണ്ട, തീർച്ചയായിട്ടും വെയിലത്ത് വെക്കാതിരുന്നാൽ ചീത്തയാകത്തൊന്നുമില്ല. നമ്മളിതൊരു പാത്രത്തിനകത്താക്കി ഇനി വീടിനകത്ത് എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരുപാടൊന്നും ഞാനിങ്ങനെ ഉപ്പ് വാരിയൊന്നും ഇട്ടിട്ടില്ല, കുറേശ്ശെയാണ് വിതറി കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് വിതറാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.